വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടാ. നമ്മൾ ഈ ഇരുമ്പി പാത്രത്തിലൊക്കെ കറികൾ വെച്ചാല് പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്ന് പറയും, തുരുമ്പ് ചോദിക്കുമെന്ന് പറയും. അപ്പം മെഴുക്കുവരട്ടി ആക്കിയതിന് ശേഷം മാറ്റി വെക്കുവാണേ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ അച്ചുകൂട്ടനാണെങ്കിലും എല്ലാവർക്കും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. ചിലർക്ക് വെണ്ടയ്ക്ക ഇങ്ങനെ വിഴുക്കലായോണ്ട് കഴിക്കത്തില്ലല്ലോ, പക്ഷെ ഇതിനങ്ങനെ വിഴുക്കലൊന്നും ഇല്ല കേട്ടോ. ഇത് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക വേറിട്ട് വേറിട്ട് കിടക്കും. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമ്മൾ വെണ്ടയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് എടുക്കുമ്പോഴേ അതിൽ കുറച്ച് ഉപ്പ് തിരുമ്മി കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി അതിലേക്കൊന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേക്കും അതിന്റെ വിഴുക്കലൊക്കെ മാറി കിട്ടും കേട്ടോ. ഞാൻ എങ്ങനെയാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാറ്, ഇതിനൊന്നും ഒരു വിഴുക്കലും ഇല്ല, ഇങ്ങനെ ഇഴുകി ഒന്നും ഇരിക്കത്തില്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമ്പോൾ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിശേഷമാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. നമ്മുടെ ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെ മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ലാസ്റ്റ് അതിൻ്റെ അകത്ത് ശക്കല എണ്ണ കിടക്കുമല്ലോ, അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ചോറ് ഇട്ടിട്ട് തിരുമി തിന്നാറുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ്, നമ്മളെ വീട്ടമ്മമാരുടെ ഒക്കെ പരിപാടിയാണല്ലോ അത്. അതിന് വേണ്ടിയിട്ട് ഇതങ്ങ് മാറ്റി വെക്കും. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. മാമ്പഴം കിട്ടിയിട്ടുണ്ട്, ചെറിയ മാമ്പഴം. ഇതാ നമ്മുടെ നാട്ടുമാമ്പഴം ഇല്ലേ, വായിൽ വെള്ളം വരുന്നത് പറയുമ്പോ തന്നെ. പണ്ടൊക്കെ നമ്മൾ ഇതിങ്ങനെ പൊട്ടിച്ച് തിന്നും. ഇന്ന് നമുക്കിവിടെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പൊ മാമ്പഴ പുളിശ്ശേരി വെക്കണം. അപ്പൊ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞു. അപ്പൊ മാമ്പഴ പുളിശ്ശേരി, നമ്മുടെ കുഞ്ഞു നാട്ടുമാങ്ങ ഇത് വെച്ച് മാമ്പഴ പുളിശ്ശേരി വെച്ചാലാ ഭയങ്കര ടേസ്റ്റ്, നാട്ടുമാമ്പഴം വെച്ചിട്ട്. അപ്പൊ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇതാണ് കേട്ടോ. പിന്നെ കണിമാങ്ങ അച്ചാറും ഉണ്ട്, സൂപ്പർ അല്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പൊ വേഗം ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കട്ടെ, അതിന്റെ വീഡിയോ നാളെ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ മെഴുക്കുവരട്ടി ചട്ടിയിലെ ചോറിട്ട് തിരുമ്മി തിന്നുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേരെ, എന്നെ പോലെ.